നമസ്കാരം. ഇംഗ്ലീഷിലുള്ള കുറച്ച് യൂസേജ് അത് തെറ്റും ശരിയും തമ്മിലുള്ളൊരു അലങ്കോലപ്പെടുത്തിയിട്ട് ഉള്ളൊരു കാര്യമല്ല ചെയ്യണത്. മുൻകാല പദങ്ങളും ആധുനിക സമകാലികമായിട്ട് ഇംഗ്ലീഷിൽ ഉപയോഗിക്കുന്ന പദങ്ങളും അല്ലെങ്കിൽ അവ ഉപയോഗിച്ചുള്ള സെൻറ്റൻസുകളും ഒക്കെ ഇങ്ങനെ നമ്മൾ ഉണ്ടാക്കുമ്പോൾ എങ്ങനെയൊക്കെ കുറച്ച് കെയർഫുൾ ആവണമെന്ന് പറയാൻ വേണ്ടിയിട്ട്. ഈ മെയിൽ മാൻ എന്നായിരുന്നു പണ്ട് പോസ്റ്റൽ ജീവനക്കാരെയൊക്കെ പറഞ്ഞിരുന്നത്. ഇന്ന് മെയിൽ മാൻ എന്നതിന് പകരം മെയിൽ കാരിയർ എന്നാണ് പറയാറ്. കാരണം മാൻ എന്നുള്ളത് മാറ്റി പുരുഷനെ മാത്രം സൂചിപ്പിക്കുന്ന പദം മാറ്റിയിട്ട് സ്ത്രീകൾക്കും ഉള്ളൊരു ജോലിയായി മാറി. പോസ്റ്റൽ വർക്കർ എന്ന് പറയായിരിക്കും നല്ലത്. മെയിൽ കാരിയർ, പോസ്റ്റൽ വർക്കർ എന്നതാണ് ലിംഗ നിരപേക്ഷിതമായിട്ടുള്ള ആധുനികമായിട്ടുള്ള ഒരു പദപ്രയോഗം. സ്റ്റുവാർഡ് അല്ലെങ്കിൽ സ്റ്റുവാർഡസ് എന്നാണ് പണ്ട് ക്യാബിൻ ക്രൂവിനെ പറഞ്ഞിരുന്നത്. ഇന്ന് ക്യാബിൻ ക്രൂ, ക്യാബിൻ അറ്റൻഡൻറ്റ്, ഫ്ലൈറ്റ് അറ്റൻഡൻറ്റ് എന്നൊക്കെയാണുള്ള വാക്കുകളാണ് ഉപയോഗിക്കുക. അപ്പോൾ പഴയ പദം പുരുഷ സ്ത്രീ മേധാവിത്വങ്ങൾ തമ്മിലുള്ള വ്യത്യാസങ്ങൾ, അല്ലെങ്കിൽ സ്ത്രീ മാത്രം ജോലി ചെയ്യുന്ന, പുരുഷന്മാർ മാത്രം ജോലി ചെയ്യുന്ന ഒരു അവസ്ഥ എന്നുള്ള ഉപയോഗിച്ചിരുന്നു. ഉദാഹരണത്തിന് നമ്മൾ എയർ ഹോസ്റ്റസ് എന്നാണ് പറയാറ്. എയർ ഹോസ്റ്റസ് സ്ത്രീ മാത്രം ജോലി ചെയ്തിരുന്ന ഒരു കാലത്താണ്. ഇന്ന് ഫ്ലൈറ്റ് അറ്റൻഡൻ്റ് ആണ്. അത് സ്ത്രീയും പുരുഷനും ജോലി ചെയ്യുന്ന ഒരു സ്ഥലമായതുകൊണ്ട് ആ കോണ്ടെക്സ്റ്റിൽ പറയാണ്. നമ്മൾ സാധാരണ ബാത്റൂം എവിടെയാണ് എന്ന് ഫ്ലൈറ്റിൽ ചോദിക്കാറില്ല. കാരണം ചെറിയ ബാത്റൂമല്ല, കുളിക്കാനുള്ള സൗകര്യമില്ല. അതുകൊണ്ട് ബാത്റൂമല്ല, അത് ഡിഫറൻ്റ് ആണ്. നിങ്ങളുടെ വീട്ടിലും കുളിക്കാൻ ഉപയോഗിക്കാതെ ലാബോറട്ടറി മാത്രമായിട്ട് ഉപയോഗിക്കുന്ന വിചാരിക്കാം, അതിനെ ലാബോറട്ടറി തന്നെ പറയണം. ലൂ എന്ന് പറയും വെസ്റ്റിലൊക്കെ ആണെങ്കിൽ. അപ്പോൾ കുളിക്കാൻ സൗകര്യമില്ലാത്ത ചെറിയ തരത്തിലുള്ള ടോയ്ലറ്റ് റൂമുകളെയാണ് സാധാരണ ടോയ്ലറ്റ് റൂം അല്ലെങ്കിൽ ലാബോറട്ടറി എന്നൊക്കെ പറയാണ്. ഫ്ലൈറ്റിൽ നല്ലത് ബാത്റൂം അല്ല എന്നർത്ഥം. അപ്പോൾ ഇതുപോലെ ചെറിയ വ്യത്യാസം. ഇപ്പം ചെയർമാൻ, ചെയർ വുമൺ എന്ന് പറയുന്നതിന് പകരം ചെയർപേഴ്സൺ എന്ന് പറയുന്നതാണ് ഏറ്റവും നല്ലത്. ഇന്ന് ചെയർമാൻ എന്നുള്ള വാക്ക് ഒരു ഡെസിഗ്നേഷനായിട്ട് പറയുമ്പോൾ ഇവിടെ ലേഡി ആണെങ്കിൽ എന്താവും എന്നാണ് ചോദ്യം. മാൻ പവർ എന്നാണ് സാധാരണ നമ്മൾ മാത്തമാറ്റിക്സിലൊക്കെ കമ്പ്യൂട്ടേഷനും എക്സാമിനേഷനും ഒക്കെ മാൻ പവറാണ്. ആ മാൻ പവറിന് പകരം വർക്ക് ഫോഴ്സ് അല്ലെങ്കിൽ ഹ്യൂമൻ റിസോഴ്സ് എന്നുള്ള വാക്ക് ഉപയോഗിക്കുകയാണ്. നിങ്ങളുടെ കീഴിൽ എത്ര മാൻ പവർ ഉണ്ട് എന്ന് ചോദിക്കുന്നതാണ് പണ്ടുണ്ടായിരുന്ന ഒരു മാൻ പവർ അല്ല, വുമൺ പവർ അല്ല, അത് വർക്ക് ഫോഴ്സ് ആണ്. ഹ്യൂമൻ റിസോഴ്സസിൽ ആ ലിംഗഭേദം വ്യാപകമായിട്ട് ഇപ്പം ഉപയോഗിക്കുന്ന വാക്കായി മാറിയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മൾ കൃത്യമായിട്ട് അറിയണം. ഫയർമാൻ എന്നായിരുന്നു, ഫയർ ഫൈറ്റർ എന്ന വാക്കാണ് പുതിയ പദം. ഫയർമാൻ എന്നുള്ളത് മാറ്റിയിട്ട് ഫയർ ഫൈറ്റർ എന്നാക്കണം. ഹൗസ് വൈഫ്, ഹൗസ് വൈഫ് എന്ന് സ്ത്രീകൾക്ക് മാത്രം ഉപയോഗിക്കുന്ന ഒരു പദമായിട്ട് നമ്മൾ വളരെ ലാഘവത്തോടു കൂടി ഉപയോഗിക്കാറുള്ള തെറ്റായിട്ടുള്ള ഒരു പദപ്രയോഗമാണ്. ഹോം മേക്കർ എന്നതാണ്. അതിന് വീട്ട് പ്രവർത്തനങ്ങളിൽ ഉത്തരവാദിത്തമുള്ള അമ്മയായാലും അച്ഛനായാലും ഹോം മേക്കറാണ്. അപ്പോൾ ഹാപ്പി ഹോം മേക്കർ എന്ന് പറഞ്ഞാൽ അച്ഛനും ആവാം അമ്മയും ആവാം. അപ്പോൾ അമ്മയ്ക്ക് എന്താണ് ജോലി, ഹൗസ് വൈഫ് എന്ന് പറയുന്നത് മാറ്റിയിട്ട് ഹാപ്പി ഹോം മേക്കർ എന്ന് പറയുന്നതാണ് നല്ലത്. മെൻ്റലി റിട്ടാർഡഡ് എന്ന വാക്ക് ഉപയോഗിക്കാറില്ല. അത് അപമാനകരമായിട്ട് ഉപയോഗിക്കുന്ന ഒരു യൂസേജാണ്. അതിന് പകരം സ്പെഷ്യലി നീഡഡ്, ഡിഫറൻ്റ്ലി ഏബിൾഡ് എന്നൊക്കെയുള്ള വാക്കുകളാണ് ഇപ്പോൾ ഉപയോഗിക്കാറുള്ളത്. അത് കൃത്യമായിട്ട് അവരെ റെസ്പെക്റ്റ് ചെയ്തുകൊണ്ട് സ്പെഷ്യലി ഏബിൾഡ് ആണ്, സ്പെഷ്യൽ നീഡ്സ് ഉള്ളവരാണ്. സ്പെഷ്യലി ഏബിൾഡ് ആണെന്ന് പറയുമ്പോഴും നീഡ് ഉള്ളതെന്ന് പറയുമ്പോൾ നമ്മൾ കോൺട്രാസ്റ്റ് ആയിട്ട് തോന്നും. പക്ഷെ അതാണ് അവരെ സാധാരണ പറയാറുള്ളത്. അവർക്ക് ഒരു ഗുണമല്ലെങ്കിൽ മറ്റ് പല ഗുണങ്ങളും അവരിൽ ഉണ്ടായി എന്ന് വരാം. ഓൾഡ് പീപ്പിൾ എന്ന് പറയുന്നതിന് പകരം സീനിയർ സിറ്റിസൺസ്, എൽഡേഴ്സ് എന്ന വാക്ക് ഉപയോഗിക്കുക. വയസ്സായി എന്ന് പറയാൻ ഞാൻ അങ്ങനെ പറയണ്ട. ഐ ആം ഓൾഡ് എന്ന് പറയുന്നതിന് പകരം ഐ ആം എ സീനിയർ സിറ്റിസൺ, ഐ ആം എൽഡർലി പേഴ്സൺ എന്ന് പറയുന്നതാണ് കുറച്ചും കൂടി നല്ല വാക്കുകൾ. മെയ്ഡ് എന്ന് പറയുന്നതിന് പകരം ഡൊമസ്റ്റിക് വർക്കർ അല്ലെങ്കിൽ ഹൗസ് ഹെൽപ്പ് എന്നൊക്കെ പറയുന്നതാണ് നല്ലത്. മെയ്ഡ് എന്ന് പഴയ കാലത്ത് ഉപയോഗിച്ചിരുന്ന വളരെ നീരസത്തോടു കൂടി പറയുന്ന ഒരു വാക്കാണ് സർവൻറ്റ് മെയ്ഡ്. സർവൻറ്റും അല്ല മെയ്ഡും അല്ല, അവർ ഡൊമസ്റ്റിക് വർക്കറാണ് അല്ലെങ്കിൽ ഹൗസ് ഹെൽപ്പറാണ് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ അത് ഉപയോഗിക്കുന്നതാണ് സർവൻറ്റ് മെയ്ഡ് എന്ന വാക്കുകൾ ഉപയോഗിക്കുന്നതിനേക്കാളും നല്ലത്. ഇത് നമ്മുടെ സാമൂഹികമായ ഒരു മാറ്റമുണ്ടാകുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ഭാഷയിലും നമ്മുടെ സംവേദന ശേഷിയിലും സാമൂഹിക ഉണർവുണ്ടാക്കാനും നമ്മൾ പ്രതിദാനം ചെയ്യുന്ന നമ്മുടെ സ്റ്റാറ്റസിനെ കാണിക്കാനും ഒക്കെ നമ്മുടെ ഭാഷ ഉപകരിക്കും. ഇത് പലപ്പോഴും തെറ്റായിട്ട് ഞാനും ഉപയോഗിച്ച് പോയിട്ടുണ്ടാവും. കാരണം ശീലം അതായത് പോയത് കൊണ്ടാണ്. അത് എൻ്റെ കുറ്റമല്ല, എന്നെ പഠിപ്പിച്ചിട്ടുള്ളവരുടെ കുറ്റമാണെന്ന് വേണമെങ്കിൽ പറയേണ്ടി വരും. പക്ഷെ എനിക്ക് മാറാനുള്ള അവസരങ്ങളും യോഗ്യതയും ഉണ്ടെങ്കിൽ അവരെ കുറ്റം പറഞ്ഞ് നടക്കുന്നതിന് പകരം ഏത് കാലത്തും മാറാൻ തയ്യാറായി, മാറാൻ റെഡിയായി മാറുകയാണ് നല്ലത്. ഇതാണ് എനിക്ക് പറയാനുള്ളത്. നന്ദി, നമസ്കാരം.